ഹലോ ഗായ്സ്, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടി, അതുപോലെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വീഡിയോ ഇടാൻ കാരണം. നമ്മൾ സാധാരണക്കാരായ ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ചിലപ്പോൾ വേറെ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടാണ് കാരണം. അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവർ ചെയ്യണമാതിരി അത്ര വീഡിയോ ക്ലിയറായി ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല നമുക്ക്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവരെ പോലെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ കഴിവുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പിന്നെ സാധാരണക്കാരായ ആൾക്കാരെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഈ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും, അവർ നമ്മളെ വീഡിയോ കണ്ട ഇങ്ങനെ ഏത് രീതിയിൽ എടുക്കും. കാരണം നമുക്ക് അഭിനയിക്കാൻ അറിയാതെ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ ആൾക്കാർ നമ്മളെ കളിയാക്കൂലേ, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ്. നമ്മൾ അങ്ങനെ നോക്കിയാൽ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരേതല്ലേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ അവർ ആ രീതിയിൽ എടുത്തോളും. നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്ത് നാലാമത്തെ വീഡിയോയ്ക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അഭിനയത്തിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതേപോലെ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള പരിചയങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ടൊക്കെ നല്ല പരിചയമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്യാമറ ഏത് ആംഗിളിൽ നിന്ന് പിടിക്കാമെന്നൊക്കെ. നമുക്ക് രണ്ടോ മൂന്നോ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി നിർത്തിയാൽ തന്നെ അടുത്ത വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും. അതേപോലെ വ്യൂവേഴ്സ് വളരെ കുറവാകാരം, അതേപോലെ കമൻറ്റ് ഉണ്ടാവില്ല, ലൈക്ക് കുറവാകാരം. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കാരണം ഒരുപാട് ആൾക്കാർ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത് പറ്റൂല, ഞങ്ങൾക്കൊണ്ട് കഴിയില്ല, നമ്മൾക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, തീരെ വ്യൂവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വേറെ രീതിയിൽ ഫേമസ് ആയ ആളൊന്നുമല്ല. അപ്പോൾ ആക്കം പോലെ തന്നെ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ആകുക. പിന്നെ അടുത്തൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഏറി വന്ന ഒരു 10 50 അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കിട്ടിയിട്ട് വരും. പക്ഷെ നമുക്ക് അതുകൊണ്ടാവില്ലല്ലോ. നമുക്ക് മിനിമം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആകണം. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പിന്നാലെ നടക്കണേക്കാൾ നല്ലത് നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ മതി. അപ്പോൾ ഒരു വീഡിയോ വൈറലായാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നിർബന്ധിച്ച ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ വീഡിയോ അവർ കണ്ടോളന്നില്ല. പക്ഷെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ നമ്മളെ വീഡിയോ എന്തായാലും കാണും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാനും എല്ലാവരും ചെയ്യണമാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ട് നമ്മളെ ഫാമിലിയിലെ ആൾക്കാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചു. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് 2-3 ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. പിന്നെ ഞാൻ വേറൊരു സുഹൃത്തുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അവനോട് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ നമ്മളെ സുൽത്താൻ വേൾഡ് ഇതില്ല ഇത് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും സംസാരിച്ചിരുന്നാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ ചെയ്തോളാന്നിട്ട് മെല്ലെ കഴിഞ്ഞ് മാറി ചീനീന് വേണ്ടിയിട്ട് കഴിഞ്ഞ് മാറി അങ്ങനെ പോയി. അന്ന് ഞാൻ ആ പരിപാടി നിർത്തിയതാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ ആരോടും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി. 15-ൽ 16 ആയപ്പോൾ നമുക്ക് ആ 15 ഓടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിച്ചതിനേക്കാളും സന്തോഷം നമ്മൾ പറയാതെ നമുക്ക് സബ്സ്ക്രൈബർ വന്നപ്പോഴാണ്. നമുക്ക് കഴിവുണ്ട്, നമ്മളെ കൊണ്ട് കഴിയും, നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബർ നമുക്ക് വന്നത്. അതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടു. അപ്പം അത് 15-ൽ 25-ആയി, 35-ആയി, 45-ആയി, 55, 65 അങ്ങനെ കയറി വന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നമുക്ക് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ പേടിക്കണ്ട. എങ്ങനെയായാലും നമ്മളെക്കാളും കഴിവില്ലാത്ത ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. നമ്മളെക്കാൾ ഒരുപാട് പേരുള്ള യൂട്യൂബേഴ്സിനെ നോക്കി അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കൊന്നുമില്ല എന്ന് കരുതി നമ്മളങ്ങനെ ടെൻഷൻ ആകരുത്. അവരൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ട് ആയതാണ് അദ്ദേഹം. അപ്പോൾ നമ്മളും അങ്ങനെ പരിശ്രമിച്ചാൽ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ അത് കരുതി ടെൻഷൻ ആകരുത്.
നമ്മളാവും ഇപ്പോൾ വേറെ യൂട്യൂബേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ കഴിയും നമ്മൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് കാര്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യണം. അപ്പോൾ അവർക്ക് അറിയാൻ കഴിയും നമ്മൾ രക്ഷപ്പെടും, അങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ ചിന്തിച്ച് വീഡിയോ ചെയ്യുക, മുന്നേറുക. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ പുതിയൊരു യൂട്യൂബറാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.